ജനനിബിഡമായിരുന്ന കോട്ടപ്പറമ്പിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി 15 മുതൽ കോട്ടപ്പറമ്പിൽ സൺഡേ മാർക്കറ്റ് പുനരാരംഭിക്കുമെന്ന് കോട്ടപ്പറമ്പ് സംരക്ഷണ ജനകീയ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു കാലത്ത് നഗരത്തിലെ പ്രധാന വാണിജ്യ വ്യാപാര കേന്ദ്രമായിരുന്നു കോട്ടപ്പറമ്പ്. പിന്നീട് ഇതിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടെങ്കിലും വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് ജനകീയ സമിതി പ്രവർത്തകർ. ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് വിലക്കുറവിൽ ലഭിക്കുകയും അവ നേരിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുകയും ചെയ്യുമെന്ന സവിശേഷത സൺഡേ മാർക്കറ്റിനുണ്ട്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വസ്തുക്കൾ ഇടനിലക്കാരില്ലാതെ വിൽക്കാൻ കഴിയുന്ന ഇടം കൂടിയാണ് സൺഡേ മാർക്കറ്റ്. സൺഡേ മാർക്കറ്റ് 2025 നവംബർ മാസം കടത്തനാട് സൊസൈറ്റിക്ക് സൺഡേ മാർക്കറ്റ് നടത്താൻ വേണ്ടി അന്നത്തെ കൗൺസിൽ അതിൻ്റെ പ്രസിഡന്റ് ഇതിലാണ് KP പത്മനാഭൻ അദ്ദേഹത്തിന് അനുമതി നൽകുകയാണ്. പക്ഷേ കാലോചിതമായിട്ട് അന്ന് ഒരു ചെറിയൊരു സ്റ്റാൾ വെച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നു. അതൊരു നമ്മൾ അന്നത്തെ വൈസ് ചെയർമാനായ സതീശൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. അത് പോരാത്തത് കൊണ്ട് അതിന് ശേഷമാണ് ക്യൂൻസ് റോഡിൽ മറ്റൊരു സാമൂഹിക സംഘടനകളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സൺഡേ മാർക്കറ്റ് ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടപ്പറമ്പിൽ യാതൊരു രീതിയിലുള്ള വികസന പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു കച്ചവട മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പ്രദേശത്തുള്ള എല്ലാ കച്ചവടക്കാരെയും തൊഴിലാളി സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്തി അതിൻ്റെ ഭാഗമായി ഒരു ജനകീയ സമിതിക്ക് രൂപം നൽകി. അതിൻ്റെ ഭാഗമായിട്ട് മുനിസിപ്പൽ ചെയർമാനായിട്ട് പുതിയ ചെയർമാനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾ നേരത്തെ ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് ഒന്നായി ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ട് നല്ല കച്ചവടക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി 15-ാം തീയതി ഒരുവിധം മേഖലയിലുള്ള എല്ലാ പഴയകാല ചൊവ്വാഴ്ച ചന്തയിലുള്ള എല്ലാ ആവശ്യ സാധനങ്ങളും ഇവിടെ എത്തിച്ചുകൊണ്ട് വിൽപ്പന നടത്താനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം ഒരു കലാപരിപാടിയും കോട്ടപ്പറമ്പിൽ വെച്ച് നടത്തുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അതിനുവേണ്ടി ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ സമിതി ചെയർമാൻ KN അമീർ, ജനറൽ കൺവീനർ PM മണി, നടക്കുതാഴ KP പത്മകുമാർ, K പ്രകാശൻ, KP പ്രസാദ്, PT നിതീഷ്, K അനസ് തുടങ്ങിയവർ സംബന്ധിച്ചു. Parco Gold and Diamonds,